ഒക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. വേണ്ടത് നമ്മൾ കേരളം ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജാതി മത സംഘടനകളും എല്ലാം ഒന്നിച്ചു നിന്ന് എനിക്ക് വേണ്ടാത്ത എന്ത് സാധനമാണോ നീയല്ലേ പറഞ്ഞ ഞാനാണ് നെഗറ്റീവ്, നീയാണ് നെഗറ്റീവ്. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ദുരന്തം വന്നു കഴിയുമ്പോൾ ആരെങ്കിലും ചരിത്രത്തിൽ ഇന്ന് വരെ ജാതിയോ മതമോ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മതപരമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ രാജ്യത്തിലുള്ളത്. ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് സാർ. ഈ കൂട്ടത്തിൽ ഒരു ഒറ്റ കള്ളന്മാരുമില്ല. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താന്ന് എനിക്കറിഞ്ഞൂടാ. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇതുകൂടാതെ DYFI വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അതിന് നിനക്കെന്താണ് നഷ്ടം? ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നീയൊക്കെ സ്റ്റുഡിയോയിൽ കയറി കൊണക്കാന്നല്ലാണ്ട് ഈ പറഞ്ഞ ഇത്രയും സംഘടനകൾ, SYS ആയിക്കോട്ടെ, SKSSF, DYFI, മുസ്ലിം ലീഗോ, ഇവരുടെ ഒക്കെ സംഘടനകൾ അവിടെ പോയിട്ട് നീ എന്താ അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാൻ പോയതോ? നിന്റെയൊക്കെ വിചാരം ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവർ. നിനക്കൊന്നും ബോധം തല്ലില്ലട. ഈ സമയത്താണോ നിന്റെ വർഗീയത പറച്ചില്? നിനക്ക് നാണോ മാനോ ഒന്നുമില്ലടാ ബാല. എടാ ഇവന്മാരൊക്കെ നമ്മുടെ കേരളത്തിലെ മൊത്തം ഫോഴ്സും അതുപോലെ തന്നെ ആർമി അവരുടെ കൂടെ ഒക്കെ ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഈ പറഞ്ഞ സംഘടനകളാണോ അവിടെ ഒക്കെ പരിപാടികൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നല്ലാണ്ട് പത്രം വായിക്കുന്ന പതിവില്ലല്ലോ. നീയൊക്കെ എന്തൊരു ജന്മങ്ങളാണോ? ഞാൻ ആ അവതാരകനൊക്കെ ചിരി കണ്ട ഏറ്റവും നല്ല കൊടുക്കാനാ തോന്നുന്നു. അവരുടെ ചിരിയുടെ സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. അത് മാത്രമല്ല, ഞാൻ ഇടക്ക് സേവാഭാരതിൽ ഒരു വെളുപ്പിക്കലുണ്ട് നമ്മളെ ടീജിന്റെ വക. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. സേവാഭാരതി കണ്ടില്ല. അവർ ഈ കഴിഞ്ഞ 2018 പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയൊന്നും കാണിച്ചുകൊണ്ട് നടക്കരുത്. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. അതല്ലേ എന്താണ്? ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും, ബാക്കിയുള്ളവർ ഇച്ചിരി കൂടെ വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കണം. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെന്തൊക്കെ അർത്ഥം തോന്നുന്നു. ഒരർത്ഥമില്ല. അത് കഴിഞ്ഞ് കുറച്ച് പുറത്തോട്ട് വന്നപ്പോഴാണ് മറ്റേ RSSന്റെ സേവാഭാരതിയുടെ ഒരു പേജിൽ ഈ പോസ്റ്റ് ഉണ്ട്. ഇതാണ് എന്റെ പുകയില്ലാത്ത അടുപ്പ്. നമ്മൾ പരമാവധി മാക്സിമം നമുക്ക് അവസാനത്തെ മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ട് അവിടെ ഉള്ള മുഴുവൻ, ഇപ്പം നമുക്കറിയാം നിലവിലെ സാഹചര്യം അറിയാം. അപ്പോൾ അവസാന ആളെയും കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് സേവാഭാരതി നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സേവാഭാരതി അതിനുള്ള സജീവമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം. ഏപ്രിൽ ഫൂൾ അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ഒരു ധാരണ കിട്ടിക്കാണല്ലോ എന്റെ ഒക്കെ മനസ്സിൽ ഉദ്ദേശം എന്താന്നുള്ളത്. എന്നെ സംശയിക്കരുത്. ഇവൻ ആരാ മോനെന്ന് എനിക്കറിഞ്ഞൂടെ? അതെല്ലാവർക്കും അറിയാൻ പാടില്ലേ? നീ ആകെ കാണുന്നത് ആ പുറത്ത് വെച്ച ഈ സംഘടനകളുടെ പേരുണ്ടല്ലോ, അതായത് മുസ്ലിം പേര് വരുന്ന സംഘടനകളും പിന്നെ നിന്റെ ശത്രുക്കളായിട്ടുള്ള പാർട്ടിന്റെ ബാക്കി സംഘടനകൾ, അവരുടെ പേരെ നീ കാണുന്നു. അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങള് നീ കാണാൻ പോകുന്നില്ല. അധികാരവർഗത്തിന്റെ കരിപുരണ്ട നയങ്ങൾ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. എന്തെങ്കിലുമൊക്കെ ഒരു ഉരുള് പൊട്ടി തീരുമ്പം ആരും വല്ലവരൊക്കെ വരുമായിരിക്കും. അപ്പൊ നീ പറയണം, നിന്നെ രക്ഷിക്കാൻ വല്ല ഈ പറഞ്ഞ സംഘടനക്കാർ വരുന്ന സമയത്ത് കൈ കൊടുക്കരുത് കേട്ടോ, കൊടുക്കാൻ പാടില്ല. പറയണം, എന്നെ മോദിജി വന്ന് ഡയറക്റ്റ് അങ്ങ് എടുത്തോളൂ, കേട്ടല്ലോ. കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനൊക്കെ തലയിൽ കയറും. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.